ഞാനുള്ളത് RSPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. എന്നോടൊപ്പം ഷിബു ബേബി ജോൺ. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ കൊടുംവേനലൊരു മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു മഴ പെയ്യും. ആ മഴ അത് കിട്ടുമ്പോൾ ഒരു ആലങ്കാരികമായി ഇങ്ങനെയൊക്കെ പറയെങ്കിലും 10 വർഷത്തിന് ശേഷം RSP നടത്തിയിരിക്കുന്നൊരു തിരിച്ചുവരവുണ്ട്. അത് കേരള രാഷ്ട്രീയത്തിൽ RSP ഒരു കാലത്ത് എന്തായിരുന്നു ആ പ്രതാപത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള തിരിച്ചുവരവ് എന്നാണ് RSPയെ സ്നേഹിക്കുന്നവരും നേതാക്കളും എല്ലാം പറയുന്നത്. എന്താണ് ഷിബു ബേബി ജോണിൻ്റെ മനസ്സിൽ? എൻ്റെ അത് തന്നെയാണ്. അത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ ഒക്കുന്ന ഒരു വികാരമല്ല എൻ്റെ മനസ്സിലുള്ളത്. കാരണം പരാജിതരെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സംസ്കാരമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. പരാജയപ്പെട്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അവഹേളനം സഹിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം. വ്യക്തിപരമായി ഞാൻ പരാജയപ്പെട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ ഒരു ചാനലിൽ പറയുന്നത്, അങ്ങനെ അച്ഛനോടും തോറ്റും മോനോടും തോറ്റ വ്യക്തി എന്നുള്ള എല്ലാത്തിലും ഒരു പരിഹാസമുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ വ്യക്തിപരമാണ്. പക്ഷേ അതിനുശേഷം RSP 2ാം തവണയുടെ പരാജയപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഭാവി എന്തെന്ന് എല്ലാവരും സംശയം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. RSPയുടെ കരുത്തിനനുസരിച്ചുള്ള വിജയത്തായിരുന്നില്ല 2 തവണയും. പിന്നെ RSPക്ക് മാത്രമുള്ള സവിശേഷതയായി കാണാൻ സാധിക്കും, ഒരാൾ പോലും പാർട്ടി വിട്ടില്ല, പാർട്ടിയോടൊപ്പം തന്നെ നിന്നു. അത് RSPയുടെ ഒരു സംസ്കാരം, ഞങ്ങളുടെ പൂർവ്വകാല നേതാക്കന്മാർ അനുവർത്തിച്ചു വന്ന ഒരു സംസ്കാരം, ഒരു സഹോദരി ബന്ധത്തിൻ്റെ ഒരു തെളിവായിട്ടാണ് എനിക്ക്. ആ ഉള്ളവരെ വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അന്ന് അതിൻ്റെ ഫലം ഇത്തവണ ഉണ്ടായി. കാരണം അതിന് ഒരു കാര്യം കൊണ്ടുണ്ട്. ഈ അവഹേളനം കൂടിയതനുസരിച്ച് RSP ഈ മണ്ണിൽ അവസാനിക്കില്ലെന്ന് ഒരു വലിയ വിഭാഗം ആലോചിച്ചു. അത് ഇപ്പോൾ പാർട്ടിക്കാരായിട്ടുള്ളവരല്ല, മറ്റു പാർട്ടിയിൽ പോയവരായിരിക്കാം, പാർട്ടി കുടുംബങ്ങളായി നിർജീവമായവരായിരിക്കാം, ഒരു രാഷ്ട്രീയവും ഇല്ലാതിരുന്നവരായിരിക്കാം. പക്ഷേ RSPയുമായി ബന്ധമുണ്ടായിരുന്ന, ഏതെങ്കിലും കാലഘട്ടത്തിൽ ബന്ധമുണ്ടായിരുന്നവരെല്ലാവരും തന്നെ RSP മണ്ണിലുണ്ടാകണമെന്ന വാശിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം, ഉജ്ജ്വലമായ പ്രവർത്തനം ഒരു ഭാഗത്തുള്ളപ്പോഴും RSP വികാരവും കൂടെ വളർന്നുകൊണ്ടാണ് കൊല്ലം ജില്ലയിലടക്കം ഇങ്ങനെ ഉജ്ജ്വലമായ വിജയം. ഈ കഴിഞ്ഞ 10 വർഷം, അതായത് നമുക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലായിരുന്നൊരു 10 വർഷം, ഈ പറഞ്ഞ പോലെ RSP അസ്തമിച്ചു എന്ന് പുറത്തുള്ള ആളുകൾ കരുതിയിരുന്ന ഈ 10 വർഷം ഒരു ഘട്ടത്തിൽ താങ്കൾ തന്നെ നേരിട്ട് പാർട്ടിയുടെ സെക്രട്ടറി പദത്തിലേക്ക് വരുന്നു, ഓഫീസിലെത്തുന്നു, കാര്യങ്ങൾ സജീവമാക്കുന്നു. എങ്ങനെയാണ് ഈ 10 വർഷം പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞ ഭയങ്കര പ്രതിസന്ധികളും കടമ്പകൾ കടക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഇന്നൊരു പാർട്ടിയുടെ പ്രവർത്തനത്തിന് സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. പാർട്ടി പ്രവർത്തകരെ വിശ്വസിപ്പിച്ച് നമുക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രമകരമായ കാര്യമാണ്. എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു നിരാശ ബാധിക്കുമല്ലോ. ഈ അവഹേളനം താങ്ങാൻ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. പക്ഷേ എന്നാൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ, കഴിഞ്ഞ 5 വർഷക്കാലം പ്രധാന ഐക്യജനാധിപത്യ മുന്നണിയും പ്രധാന കക്ഷികൾ നടത്തിയതിനോടൊപ്പമുള്ള സർക്കാരിനെതിരെയുള്ള സമരങ്ങളും പോരാട്ടങ്ങളും RSPയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ കേഡർ അതിന് മുന്നോട്ട് വന്ന് വളരെ ശ്രദ്ധേയമായ നിലയിലേക്ക് ഉള്ള ഇതുണ്ടായി. RYF എന്ന സംഘടന നൽകിയിട്ടുള്ള സംഭാവന ചെറുതല്ല. മുഖ്യമന്ത്രി അടക്കം ആദ്യം തടയുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്ന കൂട്ടത്തിൽ RSPയുടെ യുവജന വിഭാഗം ഉണ്ടായിരുന്നു. കാരണം ആ പാർട്ടി കേഡറിന് ആ വിശ്വാസം നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അത് വെച്ച് തിരിച്ചുവരവ് ഉണ്ടാകുമെന്നവരെ വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു. ചവറ ശിവചേട്ടനെ സംബന്ധിച്ച് ഭയങ്കര വൈകാരികമായ അടുപ്പുള്ള സ്ഥലമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങിയ ഒരു വീഡിയോ, അതായത് രാഷ്ട്രീയത്തിൽ ഉച്ചയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് ചവറയാണ്. അപ്പോൾ ഉദകക്രിയ ചെയ്യുന്നെങ്കിൽ ചവറക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര വൈകാരികമായൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ഈ 2 പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും ചവറയിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരുന്നു മനസ്സിലായി ഈ ഇത്തവണ, അല്ലെങ്കിൽ നമ്മൾ ചവറ കൈവിടില്ല എന്നൊരു ബോധ്യം? അങ്ങനെ രണ്ട് കാര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, പെട്ടെന്ന് പൊടുന്നനെ വന്ന്, ഞാൻ അധികം ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയമൊന്നും ഇല്ലായിരുന്നിട്ട്, എൻ്റെ പിതാവിനോടൊപ്പം ഒരു നാൾ പോലും പ്രവർത്തിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊന്നും കിട്ടാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് മന്ത്രിയുമായി. അങ്ങനെ പോരായ്മകൾ പലപ്പോഴും ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് പ്രതിദാനം ചെയ്ത ഒരു മണ്ഡലത്തിലെ എക്സ്പെക്റ്റേഷൻ വളരെ വലുതല്ലേ. അതിനുശേഷം ഞാൻ മന്ത്രിയായി വരുമ്പോൾ അതിന്
അതിൻ്റെതായിട്ടുള്ള പോരായ്മ ഉണ്ടായി. പക്ഷെ അതിനപ്പുറം വളരെ സംഘടിതമായിട്ടുള്ള ഒരു 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 തിരക്കഥ തന്നെ എനിക്കെതിരെ അവിടെ ഉണ്ടായി. പക്ഷെ എന്നാൽ പോലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ അവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് പരാജയപ്പെടാൻ സാധിക്കത്തില്ല എന്നുള്ള സത്യം ഞങ്ങളെക്കാൾ ബോധ്യപ്പെട്ടത് LDF-നാണ്. അതുകൊണ്ട് RSP കുടുംബത്തിൽ നിന്ന് തന്നെ RSPയുടെ പാരമ്പര്യം കൊണ്ട് വളർന്ന് സമ്പന്നരായി വലിയ നിലയിലേക്ക് മാറിയ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളിനെ കണ്ടെത്തി ഒരു അരാഷ്ട്രീയമായ പോരാട്ടത്തിലേക്ക് എത്തിച്ചു. അതിനാണ് കഴിഞ്ഞ 2 തവണയും ഫലം കണ്ടത്. ഇത്തവണ തിരിച്ച് പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ RSPയെ പരാജയപ്പെടുത്താൻ ഒക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അതനുസരിച്ച് വിജയമുണ്ടായി. ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF-ൻ്റെ ഒരു വലിയ വിജയം, 102 സീറ്റുകൾ നേടി തിരിച്ച് അധികാരത്തിൽ വരുന്നു. പ്രതിപക്ഷ നേതാവ് എപ്പോഴും ടീം UDF എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതെങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ 10 വർഷം ഈ മുന്നണിയോടൊപ്പം നിന്ന ഒരു ഘട്ടത്തിൽ പോലും ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കാത്ത പാർട്ടിയാണ് RSP. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടീം എഫേർട്ടിനെ, ഈ ഒരു വിജയത്തെ നോക്കിക്കാണുന്നത്? RSP എന്നും നിലകൊണ്ടിട്ടുള്ളത് ഇതിൻ്റെ ആളിൻ്റെ ബാഹുല്യത്തിലോ MLA-മാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയ സത്യസന്ധതയും രാഷ്ട്രീയ നിലപാടുകളും അത് ശ്രദ്ധേയമായതുകൊണ്ട്. അങ്ങനെ 2ാം തവണയുടെ പരാജയപ്പെട്ടപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു മുന്നണി മാറണമെന്ന്. പക്ഷെ ഞങ്ങളൊരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുത്ത് നിന്നയാണ്. അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അവിടെ പറഞ്ഞല്ലോ, പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് യഥാർത്ഥത്തിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഒരുപാട് അഴിമതി പുറത്തു കൊണ്ടുവരാനൊക്കെ സാധിച്ചു. പക്ഷെ അന്ന് കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ ഒരു വ്യത്യസ്ത മാനസികാവസ്ഥയിലേക്ക് സമൂഹം എത്തിയതുകൊണ്ടാണ് ഒരു തുടർഭരണം ഉണ്ടായത്. ഇത്തവണ അതിൽ നിന്നും ഒരു പടി മുന്നോട്ട് പോയി എല്ലാ കാര്യങ്ങളും തുടക്കം മുതലേ ശ്രദ്ധിച്ചതുകൊണ്ടാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വിജയിച്ചു, പാർലമെൻറ്റ് വിജയിച്ചു, പഞ്ചായത്ത് വിജയിച്ചു. അതൊരു ടീം എഫേർട്ടായി പോയപ്പോൾ ഈ ഒരു റിസൾട്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടായിരുന്ന കാര്യമല്ല, സുനിശ്ചിതമായിരുന്നതാണ്. ഞാൻ റിസൾട്ടിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞത് എനിക്കറിയാൻ വയ്യാത്തത് 2001 ആവർത്തിക്കുമോ 1977 ആവർത്തിക്കുമോ എന്നുള്ളതായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംശയം. എന്നാൽ ആ നിലയിൽ ഒരു ടീമായി പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സാധിക്കും, തിരിച്ചു വരാൻ ഒക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ CPM-ൻ്റെ LDF-ൻ്റെ പരാജയം എന്നുള്ളതിനേക്കാൾ ഉപരി CPM-ൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ എങ്ങനെയാണ് ശിവൻ കാണുന്നത്? കാരണം കൊല്ലത്ത് കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലം, അതുപോലെ തന്നെ കണ്ണൂർ പാർട്ടിയുടെ നെടുങ്കോട്ടയം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലം, CPM-ൻ്റെ കേഡർമാരോ അടുത്ത ബന്ധുക്കളോ ഒക്കെ അല്ലെങ്കിൽ അടുത്ത പാർട്ടി ബന്ധുക്കളോ ഒക്കെ വിചാരിക്കാതെ ഇങ്ങനൊരു പരാജയം CPM-ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. 19 ലക്ഷമാണ് വോട്ട് വ്യത്യാസം 2 മുന്നണികളുടെ. കേരള ചരിത്രത്തിലെ എനിക്ക് തോന്നുന്നു അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ വ്യത്യാസമാണ്. അത് CPM-ൻ്റെ കേഡർ മാറി വോട്ട് ചെയ്തതാണ്. അത് യഥാർത്ഥത്തിൽ കുറേ കാലമായി ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും റഷ്യയിലുമൊക്കെ കമ്മ്യൂണിസം എങ്ങനെ തകരാനിടയായി അതിൻ്റെ തനിയാവർത്തനമായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികളുടെയും പാർട്ടിക്കാരുടെയും സമീപനം. എന്തുമാകാം, ബാക്കി എല്ലാം പോട്ടെ, മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ, മനുഷ്യൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും ഉണ്ട്. അവർക്ക് ചിന്തിക്കാനൊക്കാത്ത നിലയിലേക്കാണ് പാർട്ടി പോയത്. BJP പറയാൻ മടിക്കുന്ന വർഗീയത CPM പറയുന്നു, പറയിപ്പിക്കുന്നു. ഇതൊക്കെ അല്ല CPM-ൽ നിന്ന് അതിൻ്റെ കേഡർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് മാസീവായിട്ടുള്ള ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. പക്ഷേ എന്നെ ഇപ്പോഴും നിരാശപ്പെടുത്തുന്ന, ഇപ്പം 2 സീറ്റ് BJP ജയിച്ചിരിക്കുന്നു, 3 സീറ്റ് ജയിച്ചു. അതിൽ 2 എണ്ണം ക്ലിയറായിട്ട് CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് വോട്ട് ഷിഫ്റ്റ് വന്നേക്കുന്നത്. ചാത്തന്നൂരാണെങ്കിലും കഴക്കൂട്ടമാണ്. ഒരിക്കലും അവരുടെ ഉരുക്ക് കോട്ടകളായി നിന്ന പ്രദേശത്താണ് പായൽ ഒഴുകുന്ന പോലെ BJP-യിലേക്ക് പോയത്. അന്നേരം CPM-ൻ്റെ നയവ്യതിയാനത്തിൻ്റെ പ്രതിഷേധം തന്നെയായിരുന്നു പൊതുസമൂഹം മൊത്തം അസംതൃപ്തി. അതോടെ പാർട്ടിക്കാരുടെ അസംതൃപ്തിയും പുറത്തു വന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നിസ്സാരമായി കാണാൻ ഒക്കുന്ന കാര്യമാണ്. 6 പ്രമുഖരായ CPM-ൻ്റെ നേതാക്കന്മാർ അതിൽ നിന്ന് പുറത്തു വന്ന് മത്സരിച്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. അത് തന്നെ ഇൻഡിക്കേഷനിലായിരുന്നു, സൂചനയല്ലായിരുന്നു.
അവിടെയും ഈ കണ്ണൂർ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആർ എസ് പിക്ക് നേരത്തെ പറഞ്ഞിരുന്നൊരു സീറ്റാണ് അർഹതപ്പെട്ടത്. അവിടെ ഇങ്ങനൊരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുമ്പോൾ ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പുള്ളിയെ ഒപ്പം നിർത്താനുള്ളൊരു തീരുമാനം അത് ആർ എസ് പിയുടെ ഭാഗത്തു നിന്ന് വന്നതാണോ അതോ? അല്ല, ഞാൻ ഈ വിഷയം പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം നേരിട്ട് ആണോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയുഗ യാത്രയിൽ ആദ്യം പങ്കെടുത്തിട്ട് ഞാൻ നേരെ പയ്യന്നൂരിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ഒറ്റ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതിനുശേഷം അതിൻ്റെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തു. അദ്ദേഹം മത്സരിക്കാൻ വിമുഖനായിരുന്നു. അതെ, പിന്നെ അദ്ദേഹം എല്ലാവരുമായിട്ട് ആലോചിച്ച് ഞാനതിൽ മറ്റുള്ളവരോട് പറഞ്ഞത് അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ തട്ടിക്കളയുമവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. അതാണ് CPM-ൻ്റെ അവിടുത്തെ രീതി. അതുകൊണ്ട് മത്സരിക്കുന്ന ആണ് പുള്ളിക്ക് മുമ്പിലുള്ള ആകെ ഓപ്ഷൻ എന്നടക്കം പറയേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം നിലപാടെടുത്ത് സ്വതന്ത്രനായി മത്സരിക്കുക, RSP പിന്തുണയ്ക്കുന്ന സ്വതന്ത്രനായി മത്സരിക്കാം എന്ന് പറഞ്ഞ് RSPക്ക് സീറ്റ് വാങ്ങി അദ്ദേഹത്തിന് RSP പിന്തുണ നൽകി. അങ്ങനെ UDF പിന്തുണ നൽകി ആ പ്രചരണം മുന്നോട്ട് പോയി. അതോടെ നോക്കുമ്പോൾ 4 MLA അക്കൗണ്ടിലുണ്ടെന്ന് നമുക്ക് പറയാം. ചവറയായി, തിരുവനന്തപുരത്ത്, കുന്നത്തൂർ. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ROF-ൻ്റെ പ്രധാനപ്പെട്ട 2 ഭാരവാഹികളും MLA-മാരാകുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൽ 2 ഭാരവാഹികളും MLA-മാരാകുകയാണ്. അപ്പോൾ ഉല്ലാസിനെ അറിയാം, കുന്നത്തൂർ കഴിഞ്ഞ 2-3 തവണ ഉല്ലാസ് മത്സരിക്കുന്നുണ്ട്. ചവറയിൽ വിഷ്ണുവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ളൊരു തീരുമാനം, അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടാകുന്നു. അതെല്ലാം കഴിഞ്ഞ് വിഷ്ണു അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ വിഷ്ണുവിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സെക്രട്ടറിനകത്ത് കയറി മുഖ്യമന്ത്രി ഓഫീസിൽ കരിങ്കൊടി കാണിച്ചൊരു സമരപാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇരവിപുരം പോലൊരു മണ്ഡലത്തിൽ RSPക്ക് സ്വാഭാവികമായിട്ടും RSPക്ക് നല്ല വേറോട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ നിലവിൽ സാഹചര്യത്തിൽ വിഷ്ണു ജയിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വികാരവും ഒരു RSPയുടെ ഉണർവും ഞാൻ കണ്ടതാണ്, ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതെന്തായാലും അങ്ങനെ കേരളത്തിലുടനീളം ഒരു വികാരം ഉണ്ടെങ്കിൽ അത് ഇരവിപുരത്ത് മതിൽ കെട്ടി നിർത്തത്തില്ലല്ലോ. ഇരവിപുരത്തും അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ വിശ്വാസം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ അതുണ്ടായി. ഇതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം വന്നേനെ. പക്ഷേ ആദ്യത്തെ ഒരാഴ്ച 10 ദിവസം വിഷ്ണുവിനെ ഇവിടെ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ആദ്യമേ അങ്ങ് ബോധപൂർവം പ്രചരിപ്പിച്ചു. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പിന്നെ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് മാറിയ കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. ഒരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സർക്കാർ രൂപീകരണത്തിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ UDF-ൻ്റെ ഭാഗമായി അടിയുറച്ച് നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ RSPയുടെ അഭിപ്രായം ചോദിച്ചാൽ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയും. ഈ ശിവൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, രമേശ് ചെന്നിത്തലയോടൊപ്പവും VD സതീശനോടൊപ്പവും 2 പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പവും പ്രവർത്തിച്ചാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരാൾ പ്രചരണ സമിതി അധ്യക്ഷനായിരുന്നു, ഒരാൾ പ്രതിപക്ഷ നേതാവ് നയിച്ചാണ്. ഇത്തരത്തിൽ ഒരു ഒരു ചർച്ചയും നടക്കുമ്പോൾ എന്താണ് പറയുള്ളത്? അതായത് ഇത് ജനം നൽകിയൊരു വലിയ മാൻഡേറ്റ് മുന്നിൽ നിർത്തിയാണ് നമ്മൾ ഈ ചർച്ചയും എല്ലാം നടക്കുന്നത്. അപ്പോൾ ജനത്തിനെ വേദനിപ്പിക്കാതെ, ആ ജനത്തിനെ കൊണ്ട് പറയിക്കാതെ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളൊരു നിലപാട് RSPക്കല്ലേ? അല്ല, അങ്ങനെ നിലപാടെടുക്കാൻ പ്രാപ്തരാണ് കോൺഗ്രസ് പാർട്ടി. ഈ എന്നും കൂട്ടായ ലീഡർഷിപ്പായിരുന്നല്ലോ. അപ്പം അതിന് മുമ്പ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ചുണ്ടായിരുന്നു. ഇത്തവണ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ സതീശൻ, രമേശ് എല്ലാവരും ചേർന്ന് KC വേണുഗോപാൽ നൽകിയിട്ടുള്ള പിന്തുണ ആർക്കും അവഗണിക്കാൻ വെക്കുന്ന കാര്യമാണ്. ഇവരെല്ലാവരും അർഹരാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയാണ് ആര് വേണം എന്ന് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. അവരുടെ അത് തീരുമാനം എടുക്കുകയും ചെയ്യും. അത് ആൾക്കാർ ഉദ്ദേശിക്കുന്ന പോലെ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കരുതുന്നില്ല. സ്വാഭാവികമായും RSPയുടെ പ്രതിനിധി മന്ത്രിസഭയിലുണ്ടാകും. സ്വാഭാവികമായിട്ടും ശിവവിജയൻ മന്ത്രിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ശിവചന്ദ്രൻ്റെ മനസ്സിൽ? കാരണം 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ആദ്യമായിട്ട് മന്ത്രിയാകുമ്പോൾ ഇപ്പോൾ തന്നെ ശിവചന്ദ്രൻ തന്നെ പറഞ്ഞ ചില പാളിച്ചകളും അങ്ങനെയുള്ള പ്രശ്നം, അതിനെയൊക്കെ ഈ കഴിഞ്ഞ ഒരു 10 വർഷം ഉണ്ടാക്കിയൊരു അല്ലെങ്കിൽ 10 വർഷം കൊണ്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസൊക്കെ വെച്ച് എന്താണ് മനസ്സിൽ? ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വകുപ്പിന് വേണ്ടി RSP ആവശ്യപ്പെടുമോ? എന്താണ്?
ഇല്ല, ഒരു കാര്യം ഞാൻ പറയാം, വകുപ്പിൻ്റെ ഒക്കെ കാര്യം തീരുമാനിക്കുന്ന പാർട്ടിയാണ്. പാർട്ടി കൂടി ആലോചിച്ചിട്ട് തീരുമാനം. ഈ രാഷ്ട്രീയത്തിൽ പരിചയസമ്പത്ത് ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള ഒരു തത്വം അതെൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചതാണ്. ഇന്നത്തെ എൻ്റെ അറിവ് പരിചയസമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ 10 വർഷം മുമ്പ് എനിക്ക് ഇതിനേക്കാൾ വളരെ കൂടുതൽ ചെയ്യാനൊക്കുമായിരുന്നു എന്ന് തിരിച്ചറിവ്. നമ്മൾ പുതുമുഖങ്ങളെയൊക്കെ പരീക്ഷിക്കുമ്പോഴും രാഷ്ട്രീയത്തിൽ പരിചയസമ്പത്ത് അത് ആർജിച്ചെടുക്കുക എന്നുള്ളത് വലിയ പ്രധാന ഘടകമാണ്. എന്താണെന്നാലും പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ ഇത്രയും കാലം പാലിച്ച രീതിയിൽ നിന്ന് തികഞ്ഞും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയോടുകൂടി ലോകത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കേരളം മാറണമെന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നു. നമ്മളിപ്പോഴും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ നേട്ടങ്ങൾ, അന്നുള്ള പ്രഗത്ഭരായിട്ട് നേടിത്തന്ന നേട്ടങ്ങളുടെ അതിൻ്റെ ഗുണഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ല. ആരോഗ്യത്തിൽ മുന്നിൽ, വിദ്യാഭ്യാസത്തിൽ മുന്നിൽ, ഇവിടെ എല്ലാം താഴെ പോവുകയാണ് ബാക്കി ഉള്ളിടത്ത് മുന്നോട്ട് പോകുമ്പോൾ. അങ്ങനെ കേരളത്തിൻ്റെ മുന്നേറ്റം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ബാക്കി ലോകവും ബാക്കി സംസ്ഥാനങ്ങളും കുതിച്ച് മുന്നോട്ട് പോവുകയാണ്. അന്നേരം ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇതുവരെ അനുവർത്തിച്ചു വന്ന പോളിസികളിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ചപ്പാടുകളോടുകൂടി തന്നെ പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു ഒരു വകുപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ ഈ 10 വർഷം വരുത്തിയൊരു മാറ്റവും ഈ പരിചയസമ്പന്നതയും എല്ലാം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു അല്ല, അതല്ല ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി അത് തീരുമാനിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ 2011 മന്ത്രിയായത് 72 എന്ന എണ്ണത്തിൽ വന്ന് നിന്നതുകൊണ്ട്, കാരണം RSP ഒറ്റ MLA എന്നുള്ള നിലയിൽ ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചില്ല വലിയൊരു ഭൂരിപക്ഷം വരുവാണെങ്കിൽ. അത് ഭൂരിപക്ഷം ഇല്ലായിരുന്നതുകൊണ്ടാണ് തന്നെ തർക്കമില്ലാതെ മന്ത്രിയായി വന്നത്. അന്നേരം അതിലെ ഏറ്റവും ചെറിയ കക്ഷി എന്നുള്ള നിലയിൽ ഉള്ള പരിഗണനയായിരുന്നു അന്ന് പാർട്ടിക്ക് ലഭിച്ചത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കക്ഷിയായി നിൽക്കുമ്പോൾ RSP 10 വർഷമായി നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ചെല്ലാം ബോധവാന്മാരാണ് കോൺഗ്രസ് നേതൃത്വം. RSPക്കുള്ള സ്പേസ് അവിടെ അനുവദിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ എന്താണ് RSP ഇപ്പോൾ പറയുമ്പോൾ ഈ രണ്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ രണ്ടുപേരും MLA-മാരായി RSP അസ്തമിച്ചു എന്ന് പറയുന്നവരോട് RSPയുടെ ഭാവി അതല്ലെങ്കിൽ കരുത്തരായ 2 യുവ MLA-മാരോടുണ്ട്. എന്താണ് ഇനി RSPയുടെ ഒരു മുന്നോട്ട് പോക്കിനെ കുറിച്ച് മനസ്സിലുള്ളത്? ഇന്ന് ഇടതുപക്ഷ ആശയം തന്നെ കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കേരളത്തിൽ എന്നും ഒരു ലെഫ്റ്റ് പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്. RSP എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടത്? 86 വർഷങ്ങൾക്ക് മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ലോകമെമ്പാടും ഒരു ഹരമായി സ്റ്റാലിൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റാലിനിസം തെറ്റാണെന്ന് ലോകത്ത് ചൂണ്ടിക്കാണിച്ച ആദ്യ വിപ്ലവ പ്രസ്ഥാനം RSP ആണ്. അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അങ്ങനെ രൂപം കൊണ്ടാണ് ആളും, ഞാൻ പറഞ്ഞില്ലേ, ആളിൻ്റെ ബാഹുല്യത്തിലായിരുന്നു, ആശയത്തിൻ്റെ ദൃഢതയിലായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ആ നിലയിലേക്ക് കമ്മ്യൂണിസം കേരളത്തിൽ തകരുന്ന നിലയിലേക്ക് പോകുമ്പോൾ അവിടെ RSPക്ക് ഒരു സ്പേസ് ഉണ്ട്. അതിൽ വളരെ സംതൃപ്തിയുണ്ട് 2 പുതിയ ചെറുപ്പക്കാർ MLA-മാരായി വന്നതിൽ. കാരണം 96-ൽ സഖാവ് പ്രേമേന്ദ്രനും 2001-ൽ ഞാനും വന്നതായിരുന്നു അവസാന ചെറുപ്പക്കാരിതിൽ വന്നത്. ഞങ്ങളൊക്കെ ഇപ്പോൾ മധ്യവയസ്സും കഴിഞ്ഞ് അതിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്, 60കളുടെ ഇതിൽ നിൽക്കുകയാണ്. അന്നേരം 2 ചെറുപ്പക്കാർ ഇത് വന്നത് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്കുണ്ടാകുന്നത്. ഈ നമുക്ക് അവസരപ്പിക്കാം, ഈ സുജിത്ത് വിജയൻപിള്ളയായിരുന്നു കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിൽ എതിരാളി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തന്നെ സുജിത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് എന്നാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനത് പറയുന്നില്ല. കാരണം ഇത് CPM-ൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞില്ലയോ, അരാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജയൻപിള്ള ആദ്യം സ്ഥാനാർത്ഥിയാക്കിയതും വിജയൻപിള്ള മരിച്ചു കഴിഞ്ഞപ്പോൾ സുജിത്തിനെ സ്ഥാനാർത്ഥി. സുജിത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമോ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഡോക്ടറായിരുന്നു, ഒതുങ്ങിക്കൂടിയിരുന്ന ഒരാളിനെ പെട്ടെന്ന് കൊണ്ടുവന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിജയിച്ചു. അദ്ദേഹത്തിന് ചവറയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പോലും പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതെ പോയെന്നാണ് ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തെ CPM ബലിയാടാക്കുകയല്ലായിരുന്നു. പറഞ്ഞാൽ അത് തൽക്കാലം ഒരു വിജയത്തിന് വേണ്ടി ചെയ്തിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, അത് പുള്ളിക്കൊന്നും അറിയാൻ വയ്യാതെ പുള്ളി അങ്ങനെ ഉപയോഗിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് വന്നപ്പോഴുള്ള മാനസികാവസ്ഥയിൽ പറഞ്ഞാണ്. പുള്ളി നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല,
ഇപ്പോഴും അതിനുശേഷം പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പാർട്ടി പോലും ഇല്ലല്ലോ, ഒരു പാർട്ടിയുടെ ഭാഗമല്ലല്ലോ. ഒരു സ്വതന്ത്രനായി ഒരാൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അതിനെ കാണാൻ സാധിക്കും. ഈ RSPക്ക് പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോണിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നൊരു വിജയം ആരുടേതായിരിക്കും? അല്ല, ഞാനിപ്പോൾ ഇത്രയും പേര് ജയിച്ചു വന്നതിൽ ഒരാളുടെ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ സന്തോഷിപ്പിക്കുന്നൊരു പരാജയം ഉണ്ടോ? സന്തോഷിപ്പിക്കുന്നൊരു പരാജയം ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ഒത്തിരി അവഹേളനം നേരിടേണ്ടി വന്നത്, അതിൽ വളരെ മോശമായി പ്രതികരിച്ചവർ ചിലരൊക്കെ ഇപ്പോൾ തോറ്റിട്ടുണ്ട്. അത് കാണുമ്പോൾ ഞാൻ അതുപോലെ പ്രതികരിക്കുന്നില്ല. കാരണം ഞാനും അവരും തമ്മിൽ വ്യത്യാസം ഇല്ലാതാവില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ ജയപരാജയമുള്ളതാണ്. ജയിക്കുമ്പോൾ അഹങ്കരിക്കരുത്, പരാജയപ്പെടുന്നവനെ ചവിട്ടിത്താഴ്ത്താൻ നിൽക്കല്ലേ. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. ഞാൻ വേറെ കാര്യം നമ്മൾ നിർത്തുകയാണ്. ഈ വിളിക്കുമ്പോൾ ഹലോ ടൂണായിട്ട് കേൾക്കുന്നത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ ഗ്രാമം കൊതിക്കാറുണ്ട് എന്നുള്ള പാട്ടാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇട്ട പാട്ടാണ്. അത് ഞാനങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ആ പാട്ടിട്ടത്. ഞാൻ യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞിട്ട് ജിയോ ട്യൂൺസ് കിട്ടിയില്ല. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന പാട്ട് ഇടാൻ വേണ്ടി ഞാൻ തപ്പി നോക്കി, ജിയോ ട്യൂൺസ് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ പാട്ടിൻ്റെ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് തിരികെ വന്നു എന്നുള്ളതാണ് അല്ലേ? ശബരിമല ജനങ്ങൾ എന്നെ കൈവിടത്തില്ലെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കാരണം അതൊരു കേവല രാഷ്ട്രീയ ബന്ധം മാത്രമല്ല. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, എൻ്റെ പിതാവ് ആ മണ്ഡലമായിട്ടുള്ള ബന്ധം. എനിക്കെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയാലും അതിന് ശിക്ഷ തരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൈവിടത്തില്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. അത് തന്നെയാണ്. നന്ദി. അപ്പോൾ അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. 10 വർഷത്തിന് ശേഷം RSPയുടെ ഓഫീസും ഭയങ്കര സജീവമാണ്. ഷിബു ബേബി ജോൺ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നിയമസഭയിൽ RSP പ്രതിനിധികളായി 2 യുവ MLA-മാരുണ്ട്. ഷിബു ബേബി ജോൺ പറയുന്നു, ഇവിടെ ഉണ്ടാവും താരും RSP. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.